ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പാനിപ്പൂരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പാനിപ്പൂരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്നില്ല, എല്ലാ സ്ഥലങ്ങളിലും അത് അവൈലബിൾ അല്ല അല്ലേ. അപ്പോൾ നമുക്ക് പാനിപ്പൂരി കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതല്ലെങ്കിൽ നമ്മൾ അത്രയും കാത്തിരിക്കണം എന്തെങ്കിലും. ഇപ്പോൾ ഇവിടെയൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവിടുത്തെ ഏട്ടൻ വരണം. ഏട്ടൻ വന്നാലാണ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഇതുപോലത്തൊക്കെ നമ്മൾ കഴിക്കുക. പുറത്ത് പോയിട്ട് കുറച്ച് ദൂരെ പോയിട്ടൊക്കെ ആണെങ്കിലും കഴിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അത് സംഭവം അടിപൊളിയാണ്. മാത്രമല്ല നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് പറയണമെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള ഫുഡല്ലേ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിന് ആദ്യം ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഉരുളക്കിഴങ്ങും കൂടി വേവിച്ചു കേട്ടോ. ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ നമുക്കിതിലേക്കുള്ള ഗ്രീൻ ഗ്രേവി കാണാമല്ലോ, അതുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിടി പുതിനയില, ഒരു പിടി മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായി ഫൈനായി അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് അരച്ചെടുക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നോക്കുമ്പോൾ അത് കിട്ടിയിട്ടില്ല കേട്ടോ. അതിന് ശേഷം നന്നായി അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പാനിപ്പൂരിയിലേക്ക് വേണ്ട അടുത്ത ഗ്രേവി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 15 മിനിറ്റ് മുന്നേ പുളിങ്ങി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി കുതിർന്ന് വന്നു. അത് നമ്മൾ അരിച്ചെടുക്കുകയാണ്. നന്നായി അരിച്ചെടുത്തു പിഴിഞ്ഞിട്ട്. അതിന് ശേഷം സ്റ്റൗവിൽ വെക്കുക കേട്ടോ. സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മളൊരു ശർക്കര ഇടുകയാണ്. കരടൊന്നും ഇല്ല, അതിനാൽ ശർക്കര നമ്മൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ടു കേട്ടോ. അതല്ലെങ്കിൽ നമ്മളൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു, കുറച്ച് ഉപ്പ് കൂടി ചേർത്തു കേട്ടോ. എന്ന് നന്നായി തിളപ്പിച്ചിട്ട് ഇതാ മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതിലേക്ക് 2 മണി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഉടച്ച് നല്ല ഫൈനായി ഉടച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യം സബോളയാണ് കേട്ടോ. അപ്പോൾ സബോള നന്നായി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്തു. അതിനുശേഷം കുറച്ച് മല്ലിയില ഇട്ടു, മുളക് പൊടി, ചാറ്റ് മസാല, ജീരകപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചിട്ട് ആ പൊടി കൂടി ഇട്ട് നന്നായി ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാൻ കേട്ടോ. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാലയും അവിടെ റെഡിയായി. ഇതിലേക്ക് വേണ്ട ഗ്രേവി റെഡിയായി. പിന്നെ ഇതാ നമ്മളുടെ പൂരി. ഇതിൽ ചാറ്റ് മസാല നിർബന്ധമില്ല കേട്ടോ, ഉള്ളവർക്ക് ഇട്ടാൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ പാനിപ്പൂരിയുടെ ബോൾ നമുക്ക് കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങാൻ കിട്ടും പാക്കറ്റായിട്ട്. അങ്ങനെ മേടിച്ചാണിത് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചേർക്കുകയാണ്. അപ്പോൾ ഹോൾ ആദ്യം ചെറുതായ കാരണം ഇടാൻ പറ്റില്ല, അപ്പോൾ ഹോളൊന്നുകൂടി വലുതാക്കി കേട്ടോ. എന്നിട്ട് മസാല അതിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ ഈ ഗ്രേവികൾ ഉണ്ടാക്കി വെച്ച ഗ്രേവികൾ ഓരോന്നായിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം പിന്നെ ഞാനിവിടെ മിക്സർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൽ കാണാമല്ലോ ഒരു മസാല മിക്സർ, എരിവില്ലാത്തത് പാനിപ്പൂരിയിൽ ഉണ്ടാവലുണ്ട്. അപ്പോൾ ആ സംഭവം ഇവിടെ ഉണ്ടായിരുന്നില്ല, സാധാ മിക്സർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. മുകളിൽ വീണ്ടും കുറച്ച് മസാല കൂടി ഇട്ടു. അതിനുശേഷം മിക്സർ വീണ്ടും ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡിയായി. എങ്ങനെ ഉണ്ട് നോക്കുകയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ്, അല്ലെങ്കിൽ അതിനേക്കാട്ടിലൊരു പടി മുന്നിലെന്നാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ മേടിച്ച് കഴിച്ചതിനെക്കാട്ടിലും ഒരു പടി മുന്നിലും തോന്നിയിട്ട് അത്ര ടേസ്റ്റാണ്. അപ്പോൾ അത് നന്ദു ചേച്ചിയുടെ മോള് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലർക്ക് ഇതിൻ്റെ പുളി ഇഷ്ടപ്പെടില്ല കേട്ടോ, പക്ഷെ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്.